രാഷ്ട്രീയ നിലപാട് കൊണ്ട് ഏറ്റവും കൂടുതൽ ഹോട്ട് ടോപ്പിക് ആയിട്ട് ഷോ സ്റ്റീലറായി മാറിയിരിക്കുകയാണ് കനി കുസൃതി എന്ന് പറയുന്ന താരം. കെയ്ൻസ് ഫിലിം ഫെസ്റ്റിവലിൽ വാട്ടർമെലൺ ബാഗ് കാണിച്ചുകൊണ്ട്, അതായത് തൻ്റെ നിലപാട് ഇതാണ്, താൻ പലസ്തീൻ ജനതയ്ക്കൊപ്പമാണെന്ന് തുറന്നു കാണിക്കുകയാണ് കനി കുസൃതി. കനി കുസൃതി കേരളീയർക്ക് ഒരിക്കലും വിദൂരമായിട്ടുള്ള ഒരു താരമല്ല. തൻ്റെ നിലപാടുകൾ കൊണ്ടും മറ്റുള്ള സിനിമകൾ കൊണ്ടും ഒക്കെ ഒരുപാട് ചർച്ചകളിൽ വന്ന ഒരു ടോപ്പിക്കാണ് കനി കുസൃതി. ഇന്ന് ലോക മീഡിയയാണ് കനിയെ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കാം, എന്താണ് വാട്ടർമെലൺ ബാഗ് ആൻഡ് എന്താണ് അതിൻ്റെ പിന്നിലെ ചരിത്രം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന പായൽ കപാടിയ സംവിധാനം ചെയ്ത് ഋതു, ഛായാഘതം, ദിവ്യപ്രഭ, കനി കുസൃതി തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഒരു സിനിമ 30 വർഷങ്ങൾക്ക് ശേഷം ഒരു ഇന്ത്യൻ സിനിമ കെയ്ൻസ് ഫിലിം ഫെസ്റ്റിവലിൽ മത്സരിക്കുകയാണ്. കൂടാതെ അതൊരു മലയാള സിനിമയും കൂടിയാണ്. ഇതിനു പുറമെ പലസ്തീൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ, ഫ്ലാഗ് നോക്കുകയാണെങ്കിൽ റെഡ്, വൈറ്റ്, ബ്ലാക്ക് ആൻഡ് ഗ്രീൻ, ഇതിൻ്റെ ഒരു മിക്സ്ചറാണ്. 1967 വെസ്റ്റ് ബാങ്കിനെയും ഈസ്റ്റ് ജെറുസലേമിനെയും അതുപോലെ തന്നെ ഗാസയിനെയും പിടിച്ചടക്കി കൊണ്ടുള്ള ഇസ്രായേൽ അധിനിവേശം വന്നപ്പോൾ അതിനുശേഷം പലസ്തീൻ ഫ്ലാഗ് നിരോധിച്ചിരുന്നു. അതിനുശേഷമാണ് ഫ്ലാഗിന് പകരം തണ്ണിമത്തനായിട്ട് അവർ തണ്ണിമത്തൻ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഇന്ന് നിങ്ങൾ എവിടെ പലസ്തീൻ അനുകൂല റാലികളോ ഫ്ലെക്സുകളോ മറ്റുള്ള പരിപാടികളോ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫ്ലാഗ് കാണാനായിട്ട് സാധിക്കും, തണ്ണിമത്തൻ്റെ സിമ്പൽ കാണാനായിട്ട് സാധിക്കും. ഇത് തന്നെയായിരുന്നു കനി കുസൃതി ഇതിലൂടെ തൻ്റെ അനുകൂല നിലപാട് അറിയിച്ചത്. ഇനി കെയ്ൻസ് ഫിലിം ഫെസ്റ്റിവൽ നോക്കുകയാണെങ്കിൽ മുസോളിനി, ഹിറ്റ്ലർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സിനിമകൾക്ക് പുരസ്കാരം കൊടുക്കുന്ന വെനീസ് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഫാസിസ്റ്റ് നാസി നയങ്ങൾക്ക് എതിരെ തുടങ്ങിയ ഒരു ഫിലിം ഫെസ്റ്റിവലാണ് കെയ്ൻസ് ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ളത്. അപ്പോൾ കെയ്ൻസ് ഫിലിം ഫെസ്റ്റിവലിന് ഒരു ചരിത്രമുണ്ട്, പലസ്തീനും ഒരു ചരിത്രമുണ്ട്. അതിന് പുറമെ കനി കുസൃതിക്ക് പുറമെ 2 താരങ്ങൾ കൂടി, കെയ്റ്റ് അതുപോലെ തന്നെ ലീല താരങ്ങൾ കൂടി പലസ്തീൻ ഇത് തുറന്നു കാണിക്കുകയുണ്ടായി ഈ കെയ്ൻസ് ഫിലിം ഫെസ്റ്റിവലിൽ. കെയ്റ്റ് ഒരു ഗൗണായിരുന്നു, ആ ഗൗണിൽ പലസ്തീൻ ഫ്ലാഗിൻ്റെ റിസംബ്ലൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലീല ഒരു ആ പിന്നിൽ വാട്ടർമെലൺ പാറ്റേൺ ആയിരുന്നു. സോ ഇതൊരു ഗംഭീര തുടക്കം എന്നല്ല, പക്ഷെ നടന്നു പോകുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം തന്നെയാണ്. അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ പലസ്തീൻ ഇസ്രായേൽ വാറിൽ 35,709 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിൽ 15,000 പേരും കുട്ടികളാണ്. യുദ്ധങ്ങൾക്കെതിരെ, അധിനിവേശങ്ങൾക്കെതിരെ, ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെ നമ്മൾ പോരാടുക തന്നെ വേണം. ഓരോരുത്തരുടെയും വേ ഓഫ് പ്രൊട്ടസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ കനി കുസൃതി എന്ന് പറയുന്ന ഒരു സിനിമാ താരത്തിന് ആഗോളതലത്തിൽ ഒരു വേദി ലഭിക്കുകയുണ്ടായി. ഷീ ജസ്റ്റ് ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് ഷീ എക്സ്പ്രസ്ഡ് ഹെർ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ. ഹാറ്റ്സ് ഓഫ്. വേറൊരു എത്തിനോട്ടം എപ്പിസോഡുമായിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.